PC പറഞ്ഞത് 400 927 ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. എന്താ ശരിക്കും വസ്തുത? ശരിയാണ്, വാസ്തവം അതാണ്. വാസ്തവം എന്താ? ഇതാണ് നമ്മളിപ്പോ എല്ലാവരും ചോദിച്ചുകൊണ്ട് കിടക്കുന്നത്. മീര പറഞ്ഞത് ലവ് ജിഹാദിനെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ലവ് ജിഹാദാണ് ഇപ്പോ എല്ലാ ചാനലുകളും ലവ് ജിഹാദ് വിട്ടിപ്പോ ഹരമല്ലേ സിനിമയിൽ തന്നെ പറഞ്ഞില്ലേ അത് ലവ് ജിഹാദാ ചേച്ചി. അത് ശരി, അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ വാക്കുകൾ, പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന വാക്കുണ്ടോ എന്ന് ചോദിക്കും, അതിനെതിരെ കേസ് എടുക്കാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ മണൽ മാഫിയ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ എവിടെയെങ്കിലും പറയുന്നതേ ഉള്ളൂ. മണൽ മാഫിയക്കെതിരെ കേസ് എടുത്തു, മണൽ മാഫിയ എന്ന് നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ലവ് ജിഹാദ്. ഇതുണ്ട്, ഈ സാധനം ഉണ്ട്. അത് പരസ്യമായ രഹസ്യമാണ്, അല്ലെങ്കിൽ രഹസ്യമായ പരസ്യമാണ്. അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷേ അത് പലർക്കും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഇത് പറയുന്നത് BJP ആണ്, ഇത് പറയുന്നത് PC ജോർജാണ്. PC ജോർജ് ആരാണ്? ജനപക്ഷത്ത് നിന്ന് മാറി BJPയിലേക്ക് ചേർന്ന ഒരു നേതാവാണ്. അപ്പോൾ PC പറഞ്ഞാൽ അത് BJPയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും അംഗീകരിക്കില്ല എന്നാണ് പല മാധ്യമ സിംഗണികളും പറയുന്നത്. അംബാനിയുടെ ഒരു ചാനലുണ്ട്, ആ ചാനലിലിരുന്ന്, ചാനൽ നല്ല ചാനലാണ്. ഇപ്പോൾ പലരും അത് പിന്നെ ഇതിനിടയ്ക്ക് വാർത്തയൊക്കെ കൊടുത്ത പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് ചില മാധ്യമ പ്രവർത്തകരുടെ കുത്തിത്തിരിപ്പാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് അവർ സൈഡ്, കാരണം അവർ ശമ്പളം വാങ്ങിച്ച് തിന്നുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റേറ്റിംഗ് ഉണ്ടാക്കിയില്ലെങ്കിൽ പട്ടിണിയാവും ഐറ്റങ്ങൾ. അതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചാനലിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം, എന്നാലേ അവർക്കും കിട്ടും. അല്ലെങ്കിൽ അംബാനിയൊക്കെ ഭയങ്കര കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇപ്പോൾ ജോലി പോവും, ജോലി തിരക്ക്, അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ പറഞ്ഞതാണ് PC പറഞ്ഞത് തെറ്റാണ്, 400 അല്ല, 927 കേസുകൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ പിന്നെ PC പറഞ്ഞത് 41 പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് 36 കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഈ 927 എന്നുള്ളതാണ്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ജസ്റ്റിൻ പള്ളിവാതിക്കലിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം. PC 400 എന്ന് പറഞ്ഞപ്പോൾ ഇതിനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പല സംഘടനകളും ഒക്കെ രംഗത്തെത്തി. PCക്ക് തലയ്ക്ക് ഭ്രാന്താണ്, PCക്ക് കിളി പറന്ന് കിടക്കുന്നു, വിടുവായിത്തനം പറയുന്നു, PC ഇല്ലാത്തത് പറയുന്നു. എവിടെ നിന്നാണ് ആ കണക്ക് കിട്ടിയത്? ആ കണക്ക് ഞങ്ങൾക്ക് കാണണം എന്നാണ് ഒരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിലിരുന്ന് പിന്നെ അട്ടഹസിച്ചത്. അതായത് നമ്മൾ വിളിക്കുന്ന ഗസ്റ്റുകളെ മാന്യമായി അവരോട് ഇടപഴകാൻ ഒരു ചാനലുകാർക്കും അറിയില്ല. അവർക്ക് റേറ്റിംഗ് ആണ്. അപ്പോൾ അവതാരകൻ പിന്നെ അല്ലെങ്കിൽ അവതാരക പിന്നെ വന്ന പിന്നെ ഗസ്റ്റുകളോട് പൊട്ടിത്തെറിച്ചത് കണ്ടോ എന്ന് പറഞ്ഞ് അവർ തന്നെ PR വർക്ക് കൊടുത്ത് ഇതിനെ ഇത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ അവതാരക കണക്കിന് കൊടുത്ത് ഞങ്ങളുടെ അവതാരക എന്നൊക്കെ പറഞ്ഞിട്ട് BJP നേതാവിന് കണക്കിന് കൊടുത്ത് ഞങ്ങളുടെ അവതാരക, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിന് കണക്കിന് കൊടുത്ത അവതാരക. കോൺഗ്രസ് നേതാവ് ചമ്മി നാറിയത് കണ്ടോ? ശോഭാ സുരേന്ദ്രൻ ഉത്തരം മുട്ടി, ശോഭാ സുരേന്ദ്രനെ ഉത്തരം മുട്ടിച്ച അവതാരക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഹെഡ്ലൈനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇവർ തന്നെ അത് PR ഇറക്കും. ഞാനത് ഈ അടുത്ത കാലത്താണ് ഒരു പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് നിരന്തരം പിന്നെ വാർത്തകൾ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റുകൾ ഷോർട്സ് ഇങ്ങനെ വരും. സുജയ പാർവതി അല്ല, അവരെ പുറകെ പിടിച്ചിനി ആരും പോണ്ട, അവരല്ല. നിരന്തരം അവർക്ക് ആവശ്യമില്ല. അവർ പറയേണ്ടത് കൃത്യസമയത്ത് ആരെ മൊത്തം നോക്കി പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഇനി ഏത് പാർട്ടിയിലുള്ളതാണെങ്കിലും എനിക്ക് അവരെ ഭയങ്കര ബഹുമാനം ഇഷ്ടം. അതുകൊണ്ട് അവരല്ല ഞാൻ ഇനി അവർ തെറ്റ് കണ്ണിച്ചാൽ പറയുകയും ചെയ്യും, അതൊക്കെ വേറെ കാര്യം. അവരല്ല അത്. ഇത് മറ്റൊരു പ്രമുഖ ചാനൽ എന്ന് പറയുന്നത്, ചാനലിപ്പോൾ കുത്തി താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ. ആ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകയുടെ ഷോർട്സ് നിരന്തരം, വീഡിയോ ഷോർട്സ് നിരന്തരം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ 2-3 മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളിരുന്ന് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് അത് PR വർക്കാണ്. അവർക്ക് തന്നെ ഒരു ടീമുണ്ട്, 1-2 എഡിറ്റർമാർ പരിചയമുണ്ട്. ഇവർ തന്നെ ഇന്ന ഭാഗത്ത് ഇന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും, അത് കട്ട് ചെയ്ത് ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാൻ പറയും. അപ്പം ഞാൻ അതിൻ്റെ ആവശ്യം എന്താ? ഒന്നാളാവണ്ടേ, പിടിച്ച് നിൽക്കണ്ടേ? മറ്റുള്ളവർ പിന്നെ കടന്നു വരുമ്പോൾ താഴോട്ട് പോകാൻ പാടില്ലല്ലോ, നമുക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ ഇതാണ് അവസ്ഥ. പിടിച്ചു നിൽക്കാനായി എന്തും വിളിച്ചു പറയാനും ഒന്ന് ശ്രദ്ധ കിട്ടാനായി എന്തും കാണിക്കാനും മടിയില്ലാത്തവരാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ ചോദിച്ചത് 400 അല്ല 927 കേസുകളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക. PC ജോർജിനോട് ചോദിച്ചത് ഞങ്ങൾക്ക് തെളിവ് വേണം. നിങ്ങൾക്ക് എന്തിനാ തെളിവ് തരാം? മാധ്യമ പ്രവർത്തകർക്ക് എന്തിനാ തെളിവ് തരുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ ആരും തെളിവ് തരണമെന്ന് ഒരിടം എഴുതി വെച്ചിട്ടില്ല. തെളിവ് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുക. അതാണ് നിയമവ്യവസ്ഥ.
അല്ലാതെ ഒരു ഭരണഘടനയിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെയാണ്. ഭരണഘടനയുടെ 4ാം തൂണെന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അവൻ്റെ സാമൂഹിക ജീവിതപരമായ കാര്യങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ് നമ്മൾ. അല്ലാതെ നമുക്ക് ആരെയും കയറി ഭരിക്കാനോ ആരുടെയും ജീവിതത്തിൽ കയറി ഇടപെടാനോ ആരെയും നിർബന്ധിച്ച് എന്തെങ്കിലും പറയിപ്പിക്കാനോ രേഖകൾ കൈപ്പറ്റാനോ ഒന്നും അധികാരമില്ല. അതിനൊക്കെ നമുക്കെതിരെയും വേണമെങ്കിൽ കേസ് എടുക്കാമെന്നുള്ളതാണ്. ഇവിടെ PC ജോർജ് ഇപ്പോൾ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ വഴി കേരളത്തിൽ നിന്ന് നിരവധി പെൺകുട്ടികളെ അഫ്ഗാനിലേക്ക് കടൽ മാർഗം വഴി കടത്തുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അഫ്ഗാനിൽ സമുദ്രതീരമില്ലാത്ത അഫ്ഗാനിലേക്ക് എങ്ങനെ കടത്തുന്നു? സിറിയയിലേക്ക് അപ്പം നിങ്ങൾ എങ്ങനെയാണ് കടത്തുന്നത്? ശ്രീലങ്ക വഴിയാണ് സിറിയയിലേക്ക് ആളുകളെ കടത്തുന്നത്. ആ ശ്രീലങ്ക വഴി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വഴി ആയിരിക്കാം അഫ്ഗാനിലേക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും കടത്തുന്നത്. ഇപ്പോൾ PC ജോർജ് വിവാഹം കഴിക്കുന്ന പ്രണയത്തിനെ അല്ല ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ PC ജോർജ് തന്നെ പല മുസ്ലിം പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ കല്യാണം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളുടെ കല്യാണം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതൊരു പ്രണയമാണ്. നിർബന്ധിച്ചുള്ള മതം മാറ്റത്തെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇപ്പോൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വിവാഹം കഴിച്ചു. ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൾ പാർവതിയാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം അവർ മതം മാറിയെന്ന് പറയുന്നു. എനിക്കതിലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ മാറിയിട്ടുണ്ട് എങ്കിൽ അത് നിർബന്ധിത മതമാറ്റമാണ് എങ്കിൽ അതും ലവ് ജിഹാദാണ്. പക്ഷെ നിർബന്ധിത മതമാറ്റം അല്ല അത് അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ മതത്തിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഷോൺ ജോർജിൻ്റെ കൂടി തീരുമാനത്തോടു കൂടി അവർ മതം മാറിയത്. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ മതം മാറ്റലെന്ന് പറഞ്ഞ പ്രശ്നങ്ങളില്ല. അവരൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വന്ന് പാർവതി എൻ്റെ ഭർത്താവിനെ നിർബന്ധിച്ചാണ് മതം മാറ്റിയത്, എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ മക്കളെ അവരുടെ മതത്തിൽ വളർത്തി ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ജാതി ഏത് മതം ഏത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ പല കുട്ടികളോടും നമ്മൾ ജാതി പേര് കൂടെ വയ്ക്കണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വച്ചോ, ഞങ്ങൾക്ക് 18 വയസ്സാകുമ്പോൾ ഞങ്ങൾ ജാതി പേര് മാറ്റും, ഞങ്ങൾക്ക് പേര് മാത്രം മതി, ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങളുടെ പേര് മതി, ജാതി വേണ്ട എന്ന് പറയുന്നിടത്താണ് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നത് തന്നെ മതം മാറ്റി ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ. ഈ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി എന്ന് പറയുന്ന മതംമാറ്റ സ്ഥാപനത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ഉണ്ടായി. പോലീസ് കയറാൻ പോലും കേരള പോലീസ് ഭയന്ന ഒരു സ്ഥലമാണ് സത്യസരണി. അവിടേക്ക് കേന്ദ്ര ഏജൻസി വന്ന് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് പൂട്ടിടേണ്ടി വന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രണയിച്ചോ, നിങ്ങൾക്ക് മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കണമോ, നിങ്ങൾ പ്രണയിച്ചോ, ക്രിസ്ത്യൻ യുവാവിനെ കല്യാണം കഴിക്കണമോ, പ്രണയിച്ചോ, ഹിന്ദു യുവാവിനെ കല്യാണം കഴിക്കണമോ, പ്രണയിച്ചോ, നിങ്ങൾക്ക് മുസ്ലിം യുവതികളെ വേണോ വിവാഹം കഴിക്കണോ, പ്രണയിച്ചോ, ക്രിസ്ത്യൻ യുവതികളെ വേണോ, പ്രണയിക്കോ, കല്യാണം കഴിക്കോ, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ നിങ്ങൾ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒന്നിക്കലായിരിക്കണം. നിങ്ങൾ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒന്നിക്കലാവരുത്. ഒരു മതത്തിനെ നിർബന്ധിച്ച് മറ്റു മതത്തിലേക്ക് കൊണ്ടുവരുന്നതും ആയിരിക്കരുത് എന്നാണ് PC ജോർജ് പറയുന്നത്. കറക്റ്റ് കാര്യം തന്നെയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. അതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോഴത്തെ എത്ര മാതാപിതാക്കൾ, മീരക്കറിയാവോ, എത്ര മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണുനീരൊലിച്ച് വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്നവരുണ്ടെന്നറിയാമോ? ഖാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛൻ അശോകൻ, അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കണ്ണ് നിറഞ്ഞാണ് വരുന്നത്. ഒറ്റ മകളാണ്, അവൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു അച്ഛനും അമ്മയുമാണ്. ഇന്ന് അവളുടെ ജീവിതം എങ്ങോട്ടാണ്? അത് കോടതി ഇടപെട്ടതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയാൻ കഴിയില്ല. നിമിഷ ഫാത്തിമ, ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. ഹിന്ദു മതാചാരപ്രകാരം അമ്പലവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പോൾ സിറിയയിലോ അഫ്ഗാനിലോ ജയിലിലാണ്. അവളുടെ കൊണ്ടുപോയ ഭർത്താവ് മരിച്ചു. കൈമാറി പലരുടെയും ഭാര്യയായി കഴിയേണ്ടി വരുന്നു. ഒരു കുഞ്ഞുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാണ് മതം മാറ്റി പ്രണയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ കൊണ്ടുപോകുന്നത്? ഇവിടെ നിങ്ങൾ പ്രണയിച്ചു, നിങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചു, നിങ്ങൾ ജോലിക്കായിട്ടാണോ അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ പോകുന്നത്? അല്ല ആട് മേയ്ക്കാനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് തീവ്രവാദത്തിനാണ്. ഇതിനെതിരെയാണ് PC ജോർജ് ശബ്ദമുയർത്തുന്നത്. PC ജോർജ് പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിൽ, അത് PC ജോർജ് എന്നല്ല, ഏത് നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ അവരോടൊപ്പം നിൽക്കും. അതിൽ രാഷ്ട്രീയം നോക്കില്ല. കാരണം അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങളാണ്. സമൂഹം വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ. അതിന് തീർച്ചയായിട്ടും ഒപ്പം നിൽക്കുക. അതിന് കിടന്ന് ആരും തിളച്ചിട്ട് ഒരു കാര്യവുമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന വേർഡാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കൂ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും.